PC ജോർജിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ ഒന്നിലധികം വൈസ് ചെയർമാൻമാരെ നിയോഗിക്കാൻ കേരള കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. 17-ന് തിരുവനന്തപുരത്ത് ചേരുന്ന ഉന്നതാധികാര സമിതി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് സെക്യുലറിന് രൂപം നൽകിയ ഉന്നതാധികാര സമിതി അംഗം TS ജോണിനെ പുറത്താക്കാനും കേരള കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ ഏക വൈസ് ചെയർമാനാണ് PC ജോർജ്. പാർട്ടി ചെയർമാൻ KM മാണി, വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ്, ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ്, ട്രഷറർ തോമസ് ജോസഫ് എന്നിവരാണ് ഏക പദവി വഹിക്കുന്ന മറ്റ് 4 പേർ. പാർട്ടിയുടെ മറ്റു ഭാരവാഹിത്വങ്ങളിലാകട്ടെ നിരവധി ആളുകളുമുണ്ട്. പാർട്ടിയുടെ ഏക വൈസ് ചെയർമാൻ എന്ന നിലയിലുള്ള ജോർജിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടുക എന്നതാണ് ഒന്നിലധികം വൈസ് ചെയർമാൻമാരെ നിയോഗിക്കുന്നതിലൂടെ കേരള കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ വൈസ് ചെയർമാൻ സ്ഥാനം തന്നെ അപ്രസക്തമാക്കുക എന്നതാണ് കേരള കോൺഗ്രസിന്റെ തന്ത്രം. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം MPയുടെ മറുപടി ഇങ്ങനെ: പാർട്ടി ചെയർമാൻ, പാർട്ടി വർക്കിംഗ് ചെയർമാൻ, പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ, പാർട്ടി വൈസ് ചെയർമാൻ. നമുക്ക് ആലോചിക്കാം. നല്ല സജഷൻ ആലോചിക്കാം. പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗമാണ് TS ജോൺ. ഉന്നതാധികാര സമിതിയിലിരിക്കെ മറ്റൊരു പാർട്ടി രൂപീകരിച്ചതോടെ ജോൺ സാങ്കേതികമായി പാർട്ടിക്ക് പുറത്തായി കഴിഞ്ഞുവെന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. 17-ന് ചേരുന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ ജോണിനെ പുറത്താക്കാനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. MD ജോസഫ്, S ഭാസ്കരപിള്ള, മാലയത്ത് പ്രതാപചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെയും നടപടി ഉണ്ടാകും. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, കോട്ടയം.